ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു ലെവലിൽ ഈ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ്സല്ല, നമ്മൾ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷം ഇന്ന് ഒരു പരിധി വരെ ഒരു കുറേ ആൾക്കാരുടെ തൊഴിലായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ജ്യോതിഷം ഒരു പരിധിവരെ വീട്ടിലാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നന്നായിട്ട് അറിയാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു അവസ്ഥ മാറി. ജ്യോതിഷത്തെപ്പറ്റി നമുക്ക് ഒരുപാട് അജ്ഞതകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജ്യോതിഷത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ഈ ജ്യോതിഷം നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഒരു ഫാമിലിയും ഒരു കുടുംബങ്ങളും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥമായിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു ജ്യോതിഷത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കാനും, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവലോകനം ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയിട്ട് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കത്തുള്ളൂ. നമ്മളെല്ലാവരും ജാതകമൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ജാതകം എഴുതും. അത് പിന്നീട് ഒരു കാര്യത്തിന് ഉപയോഗിക്കാറില്ല. പിന്നെ എല്ലാവർക്കും വിവാഹ സമയം വരുമ്പോൾ ഒരു പൊരുത്തം നോക്കാൻ വേണ്ടിയാണ് ഈ ജാതകം ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഉപയോഗമൊന്നും ജാതകം കൊണ്ട് ഇന്നത്തെ കാലത്ത് ആരും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ ഇത്രയും ബൃഹത്തായ ഒരു ശാസ്ത്രം, അതായത് നമ്മുടെ ആധ്യാത്മിക ഭാരതീയ സംസ്കാരത്തിലുള്ള ഈ ശാസ്ത്രങ്ങളെല്ലാം ഈ ഋഷീശ്വരന്മാരാൽ മനുഷ്യ സേവനത്തിന്, മാനുഷിക അല്ലെങ്കിൽ മാനവ സേവനമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ജ്യോതിഷം മാത്രമല്ല, വേദങ്ങളുടെ എല്ലാ ഭാഗങ്ങളും, വേദങ്ങൾ മൊത്തം തന്നെ എന്തിനാണ് അവരിതുകൊണ്ടൊരു കച്ചവട മനസ്കതയോട് കൂടി ചെയ്തതല്ല. നമുക്ക് മനുഷ്യ സമൂഹത്തിന് നന്മ വരണം എന്നുള്ള ഒരേ ഒരു വിചാരം കൊണ്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ശാസ്ത്രജ്ഞന്മാരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്. അവരൊക്കെ ഗവേഷണം നടത്തി ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? അത് മനുഷ്യന് ഗുണമുണ്ടാകണം. അതുകൂടാതെ അവർക്ക് അത് ഒരു ബിസിനസ്സാക്കി മാറ്റി ആളുകളത് എത്തിച്ച് ലാഭം ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്ഥിതിയും കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പരിധിവരെ, അല്ലെങ്കിൽ എല്ലാ രീതിയിൽ നോക്കിയാലും നമ്മുടെ ഋഷീശ്വരന്മാരെന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകൾ തന്നെയാണ്, ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. അപ്പോൾ അവർ കൂടുതലും ചെയ്തിരിക്കുന്നത് നമ്മുടെ മാനവ സേവയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഈ ജ്യോതിഷം, അല്ലെങ്കിൽ വേദങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേദം എന്ന് പറഞ്ഞല്ലോ, ഇതിലേക്ക് വരുമ്പോൾ ഇതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വേദം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ, അല്ലെങ്കിൽ വളരെ അനന്തമായിട്ടുള്ള ഒരു പാഠശേഖരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളീ പഠിക്കുന്ന ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, വേദത്തിൻ്റെ പല പല ബ്രാഞ്ചുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വേദത്തിന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിന് പല
ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ വേദാംഗം എന്ന് പറയുന്ന 6 വേദാംഗങ്ങളുണ്ട് വേദത്തിന്. അത് ആണ് ശിക്ഷ, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, കൽപ്പശാസ്ത്രം. അപ്പോൾ അങ്ങനെ 6 വേദാംഗങ്ങളും കൂടി വേദത്തിനുണ്ട്. അതിൽ ഒരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് എന്ത് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യോതിഷത്തെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല വേദത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതിൽ ആയുർവേദം ഒരു ഭാഗമാണ്. അതുപോലെ ധനുർവേദം ഉണ്ട്. അതിൽ യുദ്ധമുറങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിലാണ്. ഈ കളരിപ്പയറ്റ് അങ്ങനെയുള്ള ആയോധന കലകളും എല്ലാം അതിലാണ് വരുന്നത്. അപ്പം അങ്ങനെ പല പല ശാസ്ത്രങ്ങളും ഈ വേദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ ജ്യോതിഷമാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൽ പലതുണ്ട്. യോഗ എന്ന് പറയുന്നത് ദർശനങ്ങളിൽ 6 ദർശനങ്ങളിലൊന്നാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ യോഗാസനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു യോഗാസനം മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആധ്യാത്മിക രീതിയിൽ മനസ്സ് ഈശ്വരനിലേക്ക് അർപ്പിക്കുക. ആ ഒരു അവസ്ഥയൊക്കെയാണ് മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ യോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് യോഗാസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. നമുക്ക് വേറെ സാഹചര്യത്തിൽ നമുക്ക് അത് നോക്കേണ്ടി വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ നമുക്ക് ജ്യോതിഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കുടുംബങ്ങളിലും, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ജ്യോതിഷത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും, നമ്മൾ പ്രൊഫഷണലായിട്ട് പോകേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവരുടെ ജാതകം നോക്കാനോ അതിനു വേണ്ടിയുള്ള ഒരു ജ്യോതിഷ സർവീസ് നടത്തുന്ന ഒരു ലെവലിലേക്കല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ജാതകം കാലാകാലങ്ങൾ എടുത്ത് പരിശോധിച്ച്, കാലാകാലങ്ങൾ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഈ പല ദശകളുണ്ട്. ദശാകാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമുക്ക്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വ്യാഴദശയാവും. വ്യാഴദശ കഴിഞ്ഞ് പിന്നെ വേറെ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ശനിദശ വരാം. ഇപ്പം നമുക്കറിയാം വ്യാഴദശ നമുക്കെന്താ അസാമാന്യം ഭേദപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ നടന്നു പോകും. വ്യാഴദശയിൽ അങ്ങനെ മോശമാണെന്ന് ആരും നമ്മൾ പറയത്തില്ല. അപ്പോൾ വ്യാഴദശയാണ്, ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ശനിദശ വരും. ശനിദശ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും? നമുക്ക് എല്ലാ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ ഒരു ഇത്. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ബുധദശ വരും, അല്ലെങ്കിൽ ശുക്രദശ വരും. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സമൃദ്ധി ഉണ്ടാവും, സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ രാഹുർദശ വരും. അപ്പോൾ പിന്നെയും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നും പോയി, ഉയർച്ചകൾ വന്നും പോയി നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന ആഘാതങ്ങൾ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ പറ്റുവാണെങ്കിൽ, ഒരു വീട്ടിലെ ഒരാൾ തന്നെ നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ, ഇതിന് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് അതിന് വേണ്ടുന്ന ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ജാതകം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞങ്ങൾ ഒന്നിച്ച് ആദ്യം നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും, സംസാരിക്കും. അങ്ങനെ
നല്ലൊരു ബന്ധമുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള ബന്ധമാകുന്നതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ഈ ഇമെയിലും കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സുഹൃത്ത് വളരെ വളരെ സൗമ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളാണ്. സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പോകുന്നു, ജോലിയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നു, ജോലിയിൽ നല്ല ഉയർച്ച, കാറ്, മറ്റ് സുഖ സൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ ഇയാൾ എന്നുവെച്ചാൽ വളരെ വളരെ സൽസ്വഭാവിയാണ്, സൗമ്യമായിട്ട് സംസാരിക്കുള്ളൂ, ആരോടൊരു വഴക്കിനോ ഒന്നിനും പോകത്തില്ല. ഈ ഒരു കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കും, അപ്പോൾ ക്യാഷ്വലായിട്ട് സംസാരിച്ച് പോകും, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു 6 മാസത്തേക്ക് ഈ സുഹൃത്തിനെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം പറയുന്നത് പുള്ളി ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള യാതൊരു ശീലങ്ങളും ചെറുപ്പത്തിൽ മുതൽ ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കഴിഞ്ഞ ഒരു 6 മാസം, പുള്ളി ഒരു 6 മാസം ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചെടുക്കാനും കോണ്ടാക്റ്റൊന്നും ഇല്ലാതെ പോയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു നല്ലൊരു സാത്വികനായിട്ടൊരു മനുഷ്യന് സംഭവിച്ചു എന്ന് എനിക്ക് ഭയങ്കരമായിട്ടല്ല അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ അവർക്ക് ജാതകവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലിബറലായിട്ട് സംസാരിക്കുക, അത്രയ്ക്ക് അടുപ്പമുള്ള സുഹൃത്തുക്കളാകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജന്മസമയവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു 40 വയസ്സ് വരെ 45 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്ന ഒരു ദശാകാലങ്ങളാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ജീവിതം മൊത്തം തകിടം മറിയുന്ന രീതിയിലുള്ള ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ദശാകാലമാണ് ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളത് ഇവൻ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ കീ പോയിന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്ന ഒരു സമയത്ത് ഇങ്ങനൊരു കഷ്ടകാലം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്ത്, ഉദാഹരണത്തിന് നമുക്ക് സാധാരണ ഇതിൽ ഇടിവെട്ടി മഴ പെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എന്താ ചെയ്യുന്നത്? നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ടി വിയുടെ സ്വിച്ചൊക്കെ ഊരിയിടും, അല്ലെങ്കിൽ ആൻറ്റീന കണക്ട് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഊരിയിടും അല്ലേ? കാലാവസ്ഥാ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കുറേ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ജാതകവും അല്ലെങ്കിൽ ജ്യോതിഷവും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആപത്തുകളിൽ നിന്ന് നമുക്ക് ഒരു പ്രിവെൻഷൻ നമുക്ക്